ദിവസം BRCയിൽ നിന്ന് ഒരു കോൾ വരുന്നു. BPO ശ്രീകുമാർ സാറാണ് വിളിക്കുന്നത്. പുതിയതായി ഒരു FM കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിളിച്ചത്. അതിൽ എന്തെങ്കിലും ഐഡിയാസ് സജഷൻസ് ഒക്കെ തരണമെന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ വൈകിട്ട് ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തായ KC രതീഷ, അദ്ദേഹമാണ് എൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ഒരാഴ്ച അതിൻ്റെ എങ്ങനെ തുടങ്ങണം, എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുള്ളൊരു ചർച്ച ഗൂഗിൾ മീറ്റ് വഴി BRCയിൽ അത് പല സ്കൂളുകളിലെയും ടീച്ചേഴ്സുമായി നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടാണ് പേര് വരെ സജസ്റ്റ് ചെയ്തത്. മുരുകൻ കാട്ടാക്കട സാറിൻ്റെ സജഷന് നമ്മൾ കുറച്ച് പേരുകൾ കൊടുക്കുകയും അദ്ദേഹമാണ് ആ പേര് റേഡിയോ ചങ്ങാതി എന്ന പേര് സജസ്റ്റ് ചെയ്യുന്നത്. നന്മയുടെ ചങ്ങാതി, നേരിന്റെ ചങ്ങാതി, റേഡിയോ ചങ്ങാതി. അതായത് കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ ചെയ്യുന്ന ഒരു എഫ്. അപ്പോൾ പിന്നീട് 89 സ്കൂളുകളിലേക്കും സർക്കുലർ പോവുകയും HMമാരും പ്രിൻസിപ്പൽമാരും ടീച്ചേഴ്സിലൂടെ കുട്ടികളുടെ വോയിസ് ക്ലിപ്പുകൾ നമുക്ക് അയച്ചു തരികയും ഏകദേശം 50ഓളം വോയിസ് ക്ലിപ്പുകളിൽ നിന്ന് 20 എണ്ണം സെലക്ട് ചെയ്ത് പ്രശസ്ത നാടകക്കായ G ഗോപാലകൃഷ്ണൻ പിന്നെ 2 മ്യൂസിക് ടീച്ചേഴ്സും ചേർന്നിട്ടാണ് 20 പേരിൽ നിന്ന് 12 RJമാരെ സെലക്ട് ചെയ്തത്. അതിൽ 2 കുട്ടികൾക്ക് വരാൻ പറ്റിയില്ല. പിന്നെ 10 പേരായി ചുരുങ്ങുകയായിരുന്നു. നമ്മുടെ കേരളം ഭാരതത്തിന്റെ തെക്ക് പടിഞ്ഞാററ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. നാഷണൽ ജിയോഗ്രാഫിക് ട്രാവൽ മാഗസിൻ ഉൾപ്പെടുത്തിയ ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമായ കേരവൃക്ഷങ്ങൾ നിറഞ്ഞ കേരളം. ഭാഷാടിസ്ഥാനത്തിൽ 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായി. 14 ജില്ലകൾ, 75 താലൂക്കുകൾ, 1664 റവന്യൂ വില്ലേജുകൾ, 6 കോർപ്പറേഷനുകൾ, 87 നഗരസഭകൾ, 941 ഗ്രാമപഞ്ചായത്തുകൾ എന്നിങ്ങനെ കേരളത്തെ വിഭജിച്ചിരിക്കുന്നു. BRCയിലെ തന്നെയുള്ള എല്ലാ ടീച്ചേഴ്സുമാരുടെയും വളരെ ശക്തമായ സഹകരണം കൊണ്ടാണ് ഇത് നമുക്ക് സാധ്യമായത്. കാരണം സ്ക്രിപ്റ്റുകൾ, കുട്ടികളുടെ ശബ്ദം മാത്രമല്ലല്ലോ നമുക്ക് ആവശ്യം, സ്ക്രിപ്റ്റുകൾ അത് വലിയ ആവശ്യമായിരുന്നു. 6 ദിവസത്തേക്കുള്ള 3 സ്ക്രിപ്റ്റുകൾ വെച്ച് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് 6 ദിവസത്തെ ഒരു ദിവസം തന്നെ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം സന്ദേശം അയക്കുകയും വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മളത് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. സ്കൂളുകളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ഇത് സെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ചൊവ്വയും വ്യാഴവുമാണ് ഇത് കേൾപ്പിക്കുന്നത്. 3 വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഉൾപ്പെടുന്ന ഒരു എപ്പിസോഡാണ് എല്ലാ ആഴ്ചയിലും നമ്മൾ പ്ലാൻ ചെയ്യും. അങ്ങനെ 2 RJമാർ 3 4 കുട്ടികളുടെ അവതരണവും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് FM ആകുമ്പോൾ അതിന്റെ ലോഞ്ചിങ് എങ്ങനെ വേണം, വളരെ നല്ല രീതിയിൽ കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ ഇതിനൊരു ടൈറ്റിൽ സോങ് എഴുതണമെന്നുള്ള. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം വന്ന് നമ്മുടെ കേരളത്തിലെ പ്രിയങ്കരനായ കവിയും നമ്മുടെ ഗാനരചയിതാവും ഒക്കെയായ ശ്രീ കാട്ടാക്കട മുരുകൻ സാർ അവരുടെ തന്നെ. അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും സമ്മതിക്കുകയും നമുക്ക് മനോഹരമായ ഒരു ഗാനം നമുക്ക് എഴുതി തരികയും ചെയ്തു. ശ്രീ വിജയകരനാണ് സംഗീതം നൽകിയത്. ഇത് നമ്മുടെ KL74 FM-ന്റെ ഒഫീഷ്യൽ ഗാനമായി. ഇപ്പോൾ റെക്കോർഡിംഗ് നമ്മൾ കുട്ടികളുടെ തന്നെ സഹായത്തോടുകൂടി, ചില അധ്യാപകരിൽ തന്നെ സാങ്കേതിക വിദഗ്ധരുണ്ട്, അവരുടെ എല്ലാ സഹായത്തോടു കൂടി നമ്മളിത് റെക്കോർഡ് ചെയ്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും നമ്മുടെ ചിരകാല സ്വപ്നം തീർച്ചയായിട്ടും എന്ന് നമുക്കിത് ഏറെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. റേഡിയോ ചങ്ങാതി KL74 കാട്ടാക്കയുടെ ഐഡന്റിറ്റി സൂചിപ്പിക്കുന്ന നമ്പറാണ്. അങ്ങനെ ഞങ്ങൾ വളരെ മുന്നേ തന്നെ എല്ലാ സ്കൂളുകളിലും മെയിൽ നൽകി അവിടുന്ന് കുട്ടികളെ സെലക്ട് ചെയ്ത് 12 RJമാരെ നമ്മൾ സെലക്ട് ചെയ്തു. പക്ഷേ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ 2 പേർക്ക് വരാൻ കഴിഞ്ഞില്ല. 10 RJമാരും 57 പരം പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്
അതിൻ്റെ വിവിധ എഡിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. രണ്ടാം എഡിഷൻ ചെയ്തത് പ്രശസ്ത സിനിമാ നടൻ മധുസാറാണ്. ഇനിയും അതുപോലുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ റേഡിയോ ചങ്ങാതിക്ക് ആശംസയും സന്ദേശവും നൽകാൻ വേണ്ടി എത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാട്ടാക്കട BRC ഉദ്ദേശിക്കുന്നത് ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ട് ഇതെല്ലാ സ്കൂളുകൾക്കും ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവ്, ഒരു ഊർജം ഈ പരിപാടിയിലൂടെ ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടാതെ ഇത് -2 to +2 ലെവലിലെ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പ്രീ പ്രൈമറി പ്രതിനിധീകരിച്ച് ഒരു സ്കൂൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒന്നാം എഡിഷനിൽ 1-ാം ക്ലാസ്സിലെ കുട്ടിയും പങ്കെടുത്തു, 12-ാം ക്ലാസ്സിലെ കുട്ടിയും പങ്കെടുത്തു. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും, ഇപ്പോൾ 89 സ്കൂളുകളിൽ 11 സ്കൂളുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമ്മുടെ സബ് ജില്ലയിലുള്ള വളരെ വിദഗ്ധരായുള്ള, വളരെ കാലിബറുള്ള അധ്യാപകർ BRCയോട് സഹകരിക്കുന്നുണ്ട്. ആ ഒരു സഹകരണമാണ് ഇതിനെ വിജയിപ്പിക്കുകയും ഇതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിപ്പിക്കാൻ വേണ്ടിയുള്ള യജ്ഞം അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ആദിത്യൻ ഭഗവാനെ സ്തുതിച്ചു വന്നേ ആരെ സ്തുതിച്ചു ഞാൻ പാടുന്ന പാട്ടോ, ഗുരുക്കളെ സ്തുതിച്ചു ഞാൻ പാടുന്ന പാട്ട്. ഹായ് ചങ്ങാതിമാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ പാറു. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ദൃശ്യ. കാട്ടാക്കട BRCയുടെ കീഴില് 89 സ്കൂളുകളിൽ നിന്ന് 10 പേരെയാണ് സെലക്ട് ചെയ്ത്. അതിൽ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തതും ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ വോയിസ് ആണ് ഫസ്റ്റ് ഈ KL74 റേഡിയോ ചങ്ങാതിയിലൂടെ പുറത്തു വന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ടല്ലേ, അനുഭവം, നല്ലൊരു അനുഭവമാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി. വീട്ടിലായാലും നമ്മൾ റേഡിയോ കേൾക്കുമ്പോ ആ ഒരു അനുഭവം നമുക്ക് അതിലേക്ക് ചേരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചത്. സ്കൂൾ വൈസ് ആയിരുന്നു സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം. ടീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം എഴുതി, എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എങ്ങനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലാങ്സ്, ഓരോരോ വോയിസ് മോഡുലേഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. വളരെ രസകരമായിരുന്നു അല്ലേ? ഒരുപാട് എന്തായാലും നല്ലൊരു മെമ്മറി ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്കൂൾ കാലത്താകുമ്പോഴത്തേക്കും അത് തന്നെ കൂടുതലായിരിക്കും. അത് ഒരുപാട് പഠിത്തത്തോടൊപ്പം തന്നെ ഇതും കൂടി കൊണ്ടുപോകുമ്പോൾ നല്ലൊരു അനുഭവം നമുക്ക് വരുന്നത്. ഞങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു 2-3 ദിവസം സ്റ്റുഡിയോയിലെത്തി എങ്ങനെ പറയണം, എങ്ങനെ മൈക്ക് പിടിക്കണം, ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ടീച്ചർ വളരെയധികം ഹെൽപ്പ് ചെയ്തു. പിന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്, അതിൻ്റെ ഇടയിൽ തമ്മിലൊരു കോൺവെർസേഷൻ, അത് അങ്ങനെ ഒരു കാര്യം. യഥാർത്ഥത്തിൽ എങ്ങനെയാണോ റേഡിയോ കേൾക്കുന്ന അതുപോലെ ആക്കാൻ ഞങ്ങൾ വളരെയധികം ശ്രമിച്ചിരുന്നു. അത് ഞങ്ങൾ ഒരുപാട് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ദൃശ്യ, പിന്നെ നമ്മുടെ റേഡിയോ ചങ്ങാതി KL74 ഏറ്റവും അഭിമാനമായ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റേഡിയോ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സ്വന്തം മാഷായ രവീന്ദ്രനാഥ് മാഷാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മെസ്സേജും അതെല്ലാം കേൾവിക്കാരിലേക്ക് എത്തുമ്പോ നമ്മുടെ റേഡിയോ ചങ്ങാതി എത്രത്തോളം വലുതാണെന്ന് അവർക്ക് തോന്നിപ്പോകും. അതാണ് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ പറു നമ്മുടെ സെക്കൻഡ് ഡേയില് വോയിസ് തന്നത് നമ്മുടെ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട മഹാനടനായ മധുസാറാണ്. അതും നമുക്കൊരു എന്താ പറയാ അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു അല്ലേ?